ശില്പ ഷെട്ടി എന്ന് കേൾക്കുമ്പോൾ അങ്ങ് ബോളിവുഡിൽ മാത്രമല്ല മലയാളികളുടെ ഇടയിലും വളരെ സുപരിചിതയാണ്. 90 കാലഘട്ടത്തിലെ കൗമാരക്കാരുടെ ആരാധനാ കഥാപാത്രമാണ് ശില്പ. ഇപ്പോഴും പ്രായമായിട്ടും മമ്മൂട്ടിയെ പോലെ പ്രായം ഒരു നമ്പർ എന്ന് വിളിച്ചോതുന്ന തരത്തിലാണ് ശില്പയുടെ സൗന്ദര്യം. തൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ശില്പയുടെ സാന്നിധ്യം വളരെ സജീവമാണ്. പലപ്പോഴും അവരുടെ വീഡിയോസ് ഒക്കെ വൈറലാകാറുമുണ്ട്. ഇപ്പോഴിതാ ആത്മീയ നേതാവ് പ്രേമാനന്ദ് മഹാരാജിന് തന്റെ വൃക്ക വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് നടി ശില്പ ഷെട്ടിയുടെ ഭർത്താവും വ്യവസായിയുമായ രാജ് കുന്ദ്ര. ഈ അടുത്തിടെ മധുരയിലെത്തി പ്രേമാനന്ദ് മഹാരാജിനെ സന്ദർശിച്ചപ്പോഴാണ് രാജ് കുന്ദ്ര ഇക്കാര്യം പറഞ്ഞത്. ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുകയാണ്. എന്തിനാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നതെന്ന് ഒരു വിഭാഗം ചോദിക്കുമ്പോൾ എന്തുകൊണ്ടും നല്ലൊരു കാരുണ്യ പ്രവൃത്തി എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. ഏതായാലും ഇത് പറഞ്ഞ സമയത്ത് ഒരു പക്ഷേ ശില്പ പോലും ഞെട്ടിയിരിക്കാം. അത്തരത്തിലുള്ള ഒരു ദൃശ്യമാണ് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ആ വാഗ്ദാനത്തിന് പിന്നിൽ മറ്റൊരു കാര്യവുമുണ്ട്. ഈ വീഡിയോയിൽ തൻ്റെ 2 വൃക്കകളും പ്രവർത്തനരഹിതമാണെന്നും കഴിഞ്ഞ 10 വർഷമായി ഈ അവസ്ഥയിലാണ് ജീവിക്കുന്നതെന്നും പ്രേമാനന്ദ് മഹാരാജ് പറയുമ്പോൾ ശില്പ ഷെട്ടിയും രാജ് കുന്ദ്രയും ശ്രദ്ധയോടെ കേൾക്കുന്നത് കാണാം. ഈ വെളിപ്പെടുത്തലിൽ മനമലിഞ്ഞ കുന്ദ്ര തൻ്റെ വൃക്ക നൽകാമെന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഞാൻ അങ്ങയെ പിന്തുടരുന്നു. എനിക്ക് ചോദ്യങ്ങളൊന്നുമില്ല. കാരണം എൻ്റെ സംശയങ്ങൾക്കും ഭയങ്ങൾക്കും അങ്ങയുടെ വീഡിയോകൾ എപ്പോഴും എനിക്ക് ഉത്തരം നൽകാറുണ്ട്. അങ്ങ് ഒരുപാട് പേർക്ക് പ്രചോദനമാണ്. അങ്ങയുടെ ആരോഗ്യനിലയെക്കുറിച്ച് എനിക്കറിയാം. സഹായിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ എൻ്റെ വൃക്കകളിലൊന്ന് അങ്ങേക്ക് നൽകാം. ഇങ്ങനെയാണ് കുന്ദ്ര പറഞ്ഞത്. ഇത് കേട്ട് ശില്പ പോലും ആ സമയത്ത് അമ്പരക്കുന്നതായിട്ട് വീഡിയോയിൽ കാണാം. എന്നാൽ പ്രേമാനന്ദ് മഹാരാജ് ഈ വാഗ്ദാനം നിരസിക്കുകയായിരുന്നു. നിങ്ങൾ സന്തോഷമായി ഇരുന്നാൽ മാത്രം മതി എനിക്ക്. സമയം വരുന്നത് വരെ ഒരു വൃക്കയുടെ പേരിൽ നമ്മൾ ഈ ലോകം വിട്ടു പോകില്ല. പക്ഷേ നിങ്ങളുടെ നല്ല മനസ്സിനെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 60 കോടി രൂപയുടെ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട് ശില്പയും രാജ് കുന്ദ്രയും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഈ സമയത്താണ് ഈ സന്ദർശനത്തിന്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2015-നും 2023-നും ഇടയിൽ വ്യവസായിയായ ദീപക് കോത്താരിയിൽ നിന്ന് 60 കോടിയിലധികം രൂപ തട്ടിയെടുത്തുവെന്നാണ് അവർക്കെതിരെയുള്ള ആരോപണം. ദമ്പതിമാർക്ക് പുറമെ മറ്റൊരാൾ കൂടി ഈ കേസിലെ പ്രതിയാണ്. ലോട്ടസ് ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് ദീപക് കോത്താരി. ശില്പ ഷെട്ടിയുടെയും രാജ് കുന്ദ്രയുടെയും ഉടമസ്ഥതയിലുള്ള ബെസ്റ്റ് ഡീൽ TV പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിലൂടെയാണ് 60 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് ദീപക് കോത്താരിയുടെ പരാതി. നിലവിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നില്ല. ഹോം ഷോപ്പിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ് സേവനങ്ങളുമായാണ് ബെസ്റ്റ് ഡീൽ TV പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തിച്ചിരുന്നത്. രാജേഷ് ആര്യ എന്ന ആളാണ് ശില്പ ഷെട്ടിയെയും രാജ് കുന്ദ്രയെയും ദീപക് കോത്താരിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ഈ സമയം ബെസ്റ്റ് ഡീൽ TVയുടെ 87.6% ഓഹരികളും ശില്പ ഷെട്ടിയുടെയും രാജ് കുന്ദ്രയുടെയും പേരിലായിരുന്നു. തുടർന്ന് ദമ്പതിമാർ 75 ലക്ഷം രൂപ വായ്പയായി ദീപക് കോത്താരിയിൽ നിന്നും ആവശ്യപ്പെട്ടു. പിന്നീട് പ്രതിമാസം നിശ്ചിത പ്രതിഫലം വാഗ്ദാനം ചെയ്ത് നിക്ഷേപം നടത്താനും പറഞ്ഞു. ഇതനുസരിച്ച് 2015 ഏപ്രിൽ 31.95 കോടി രൂപയും അതേ വർഷം സെപ്റ്റംബറിൽ 28.53 കോടി രൂപയും ബെസ്റ്റ് ഡീൽ TVയുടെ അക്കൗണ്ടിലേക്ക് കൈമാറി. എന്നാൽ 2016 സെപ്റ്റംബറിൽ ശില്പ ഷെട്ടി കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. പിന്നാലെ കമ്പനിയെ പാപ്പരായി പ്രഖ്യാപിക്കാനുള്ള നടപടികളും തുടങ്ങി. ഇതിനിടെ ഇടനിലക്കാരനായ രാജേഷ് ആര്യ വഴി തന്റെ പണം തിരികെ വാങ്ങാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും ദമ്പതിമാർ പണം നൽകിയില്ലെന്നും കമ്പനിയുടെ പേരിൽ വാങ്ങിയ പണം ഇരുവരും വ്യക്തിഗത ആവശ്യങ്ങൾക്കായാണ് ഉപയോഗിച്ചതെന്നും പരാതിയിൽ പറയുന്നു. 10 കോടി രൂപയ്ക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പ് പരാതിയായതിനാൽ സംഭവത്തിൽ മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് അന്വേഷണം നടത്തുന്നത്. ഈ വർഷം ആദ്യം സ്വർണ്ണ നിക്ഷേപത്തിന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ചും ശില്പ ഷെട്ടിക്കെതിരെ പരാതി ഉയർന്നിരുന്നു. 2021-ൽ കുപ്രസിദ്ധമായ നീലച്ചിത്ര നിർമ്മാണ കേസിൽ രാജ് കുന്ദ്ര അറസ്റ്റിലാവുകയും ഇതിന് പിന്നാലെ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കേസുകളിൽ അന്വേഷണം നേരിടുകയും ചെയ്തിരുന്നു. ഏതായാലും ശില്പ ഷെട്ടിയുടെയും ഭർത്താവിന്റെ വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. ഏതായാലും തൻ്റെ ആത്മീയ നേതാവിന് വേണ്ടിയിട്ട്, ആത്മഗുരുവിന് വേണ്ടിയിട്ട് ഏത് സാഹസത്തിനും മുതിർന്നു നിൽക്കുകയാണ് ശില്പ ഷെട്ടിയും ഭർത്താവും. ഏതായാലും വൃക്ക ദാനം നൽകാം എന്നുള്ളൊരു പുണ്യപ്രവൃത്തി നല്ലത് തന്നെയാണ്. പക്ഷേ എന്തിനൊന്നൊരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയരുമ്പോൾ ഒരു പക്ഷേ സമാധാനവും സന്തോഷവും ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് അത് ആ ഒരു ആത്മീയ ഗുരുവിൽ നിന്ന് ലഭിച്ചതുകൊണ്ടായിരിക്കാം. അത്രയേറെ സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ടായിരിക്കും.